അടുത്തതായിട്ട് ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂചിക എന്ന് പറഞ്ഞെങ്കിൽ PSU ബാങ്ക് സൂചിക തന്നെയാണ്. PSU ബാങ്ക് സൂചികയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലിപ്പോൾ തുടർച്ചയായിട്ടുള്ള 5ാമത്തെ കോൺസിക്യൂട്ടീവ് ഇയറിലാണ് നിലവിലിപ്പോൾ PSU ബാങ്ക് നിഫ്റ്റി 50യുടെ ആ ഒരു പെർഫോമൻസിനെ അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺസിനെ ബീറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊരു കാര്യമാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. 2025 പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് ഏകദേശം 31% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 10% മുകളിലുള്ള ഒരു നേട്ടമേ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ. ഇത് 2021 കാലണ്ടർ ഇയർ മുതൽ പരിശോധിക്കുകയാണെങ്കിൽ PSU ബാങ്ക് 44%, നിഫ്റ്റി 24%, 2022 കാലണ്ടർ ഇയറിൽ 71% വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് PSU ബാങ്ക് സൂചിക നടത്തിയപ്പോൾ 4% ഒരു നേട്ടം മാത്രമേ നിഫ്റ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൂ. 2023 സാമ്പത്തിക വർഷത്തിൽ 32%, 20%, 2024 കാലണ്ടർ ഇയറിൽ 14.5%, 8.8%, 2025 കാലണ്ടർ ഇയറിൽ PSU ബാങ്ക് 31% ഒരു നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 10.2% ഒരു നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറലി തന്നെ ഒരു ചേഞ്ച് നിലവിലിപ്പോൾ കാണുന്ന ഒരു കാര്യം കൂടി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം കൂടിയാണ്. നിലവിലിപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ളൊക്കെ ഒരു വ്യൂ പോയിൻ്റ് പരിശോധിക്കുകയാണെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ ലെൻഡ് ചെയ്യാനായി വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നിലവിലിപ്പോൾ അവരുടെ പോളിസിയിലൊക്കെ തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. കൂടാതെ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ മുൻപുണ്ടായിരുന്ന ഒരു നോൺ പെർഫോമിംഗ് അസറ്റ്സിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ നിലവിലിപ്പോൾ PSU ബാങ്കുകൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് ട്രാൻസ്ഫോർമേഷൻ PSU ബാങ്കുകളിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിലവിലിപ്പോൾ PSU ബാങ്കുകൾക്ക് വലിയ രീതിയിൽ തന്നെയുള്ള ഒരു പോസിറ്റിവിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്.